നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും പരിഹാസങ്ങൾക്കും വഴി തുറക്കുന്നതിനിടെ ചിരിയും ചിന്തയും ഉണർത്തുന്ന ഒരു പുതിയ റീലുമായിട്ടാണ് ഇൻഫ്ലുവൻസറും നടനുമായ അഖിൽ NRD രംഗത്ത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അഖിൽ NRD എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് പല രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ ഒരു ട്രെൻഡിങ് ആക്കി കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ. അപ്പോഴൊന്നും തന്നെ ഈ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ആയിട്ടൊന്നും വന്നില്ല. അവിടെ ഒരു മൗനം പാലിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ വീണ്ടും സന്തോഷത്തോടെ അല്ലെങ്കിൽ എപ്പോഴും അഖിൽ ചെയ്യുന്ന ഒരു കണ്ടന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതേ രീതിയിൽ തന്നെ പ്രേക്ഷകരെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചുകൊണ്ടാണ് അഖിൽ NRD വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. അത് ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയ. ചിരിച്ചേ എന്ന അടിക്കുറിപ്പോടെയാണ് അഖിൽ തൻ്റെ പുതിയൊരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് നിമിഷങ്ങൾക്കകം തന്നെ റീല് ഇൻസ്റ്റഗ്രാമിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. അതായത് വീഡിയോയിൽ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു സുഹൃത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ഫോട്ടോഗ്രാഫറായ മറ്റൊരു സുഹൃത്തിനെ ക്ഷണിക്കാൻ എത്തുന്നതാണ് ഈ റീലിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. ചടങ്ങിലേക്ക് വരുമ്പോൾ ക്യാമറ കൂടി കൊണ്ടുവരണമെന്ന് സുഹൃത്ത് ആവശ്യപ്പെടുന്നു. അതായത് ചടങ്ങിൽ സുഹൃത്തിന്റെ സാന്നിധ്യത്തെക്കാൾ സുഹൃത്തിന്റെ കയ്യിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ക്യാമറ മാത്രമാണ് ആവശ്യപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യമാണ് വീഡിയോയിലൂടെ തമാശ രൂപേണ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒടുവിൽ ചിരിച്ചേ എന്ന് പറഞ്ഞ് ഒരു ചെറു ചിരിയോടെയാണ് അഖിൽ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് തൻ്റെ വ്യക്തി ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടികൾക്കും തർക്കങ്ങൾക്കും ശേഷമാണ് അഖിൽ പുതിയ ഒരു റീലുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അഖിലിൻ്റെ റീലും കണ്ടന്റുകളും ഒക്കെ ഫോളോ ചെയ്യുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇതുവരെയും പരസ്യ പ്രതികരണത്തിന് അഖിൽ തയ്യാറായിട്ടില്ല. വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് അഖിൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇത്തരത്തിലൊരു റീൽ പങ്കുവെക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എല്ലാവരും അഖിൽ എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരും എന്നായിരുന്നു ഒരു പകുതി വിഭാഗം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. അവിടെയാണ് താൻ എന്താണോ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ഒരു പാഷൻ എന്താണോ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് അഖിൽ പുതിയൊരു വീഡിയോ, ഒരു റീൽ വീഡിയോ ആയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെ വലിയ പിന്തുണയുമായിട്ട് ആരാധകരും സെലിബ്രിറ്റികളും ഉൾപ്പെടെയുള്ളവരും കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട്. നടൻ കാളിദാസ് ജയറാം, ഗായിക ഹനാൻ ഷാ, ഇൻഫ്ലുവൻസർമാരായ ദിയ കൃഷ്ണ, അപർണ തോമസ് തുടങ്ങി നിരവധി സോഷ്യൽ മീഡിയ പ്രമുഖരാണ് അഖിലിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 21 മില്യൺ കാഴ്ചക്കാരാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ആ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സാധാരണ അഖിൽ പങ്കുവയ്ക്കുന്ന വീഡിയോസിലൊക്കെ തന്നെ മില്യൺ ആളുകൾ കാഴ്ചക്കാരായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ വീഡിയോ വളരെ പെട്ടെന്നാണ് ഇത്രയും ആളുകൾ കാണുകയും അതിന് താഴെ നിരവധി ആളുകൾ തങ്ങളുടെ സ്നേഹവും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് കമന്റുകളുടെ ഒരു പ്രവാഹമാണ് അഖിലിന്റെ ഈ ഒരു പോസ്റ്റിന് താഴെയുള്ളത്. അഖിലിന്റെ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വൻ ജനപ്രീതി തെളിയിക്കുന്നതാണ് ഈ റീലിന്റെ വ്യൂസ്. പോസ്റ്റ് ചെയ്ത് വെറും 1 മണിക്കൂറിനകം തന്നെ 5 മില്യണിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ഇപ്പോൾ ഏകദേശം 21 മില്യൺ കാഴ്ചക്കാരാണ് ഈ വീഡിയോയ്ക്കുള്ളത്. പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസറെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയ്ക്കാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രതികരണം പലപ്പോഴും നമ്മുടെ പഴയ തലമുറയിൽ നിന്ന് ലഭിക്കുകയില്ലായിരുന്നു. അവനെ പരിഹസിക്കാനുള്ള മറ്റൊരു അവസരമായി മാത്രമേ പലപ്പോഴും പല ആളുകളും ഇതിനെ കാണുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എത്ര പക്വമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു കമന്റ് ബോക്സ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പലരും ഇതിനെ കുറ്റപ്പെടുത്തും. കാരണം എല്ലാവരും ഇത്തരത്തിലൊരു പ്രചാരണം ഉണ്ടാകുമ്പോൾ ആദ്യം കുറ്റപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക, പിന്നീടായിരിക്കും എന്താണ് സത്യം എന്നുള്ളതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. എല്ലാവരും എന്നല്ല, കുറച്ച് ആളുകൾ എന്ന് പറയുന്നത്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അഖിലിൻ്റെ ഈ ഒരു വീഡിയോ. ഒരു സിനിമയിലും അഖിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പരിഹാസങ്ങളും വിമർശനങ്ങളും ആശങ്കകളും മറികടന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ ഒരു കരിയർ കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ടുള്ള യാത്രയിലാണ് അഖിൽ. അതിനിടയിൽ മറ്റൊന്നിനും തന്നെ വലിയ പ്രാധാന്യം ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൂടിയാണ് തന്നെ വിമർശിച്ചിട്ടുള്ള ആളുകളോട് അഖിൽ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു വെക്കുന്നത്. ടിക്ടോക്കിലൂടെയായിരുന്നു അഖിലിൻ്റെ സോഷ്യൽ മീഡിയ യാത്രയുടെ തുടക്കം. പിന്നീട് ഇൻസ്റ്റഗ്രാം റീലുകളിലേക്കും പല പ്ലാറ്റ്ഫോമുകളിലേക്കും അദ്ദേഹം സജീവമായി. തുടക്കത്തിൽ ഇതെല്ലാം
ഒരു ഹോബിയായും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരിടമായിരുന്നു. അങ്ങനെയായിരുന്നു അഖിൽ അതിനെ കണ്ടിരുന്നത്. പിന്നീട് കണ്ടന്റ് ക്രിയേഷനിലൂടെ ആളുകൾക്കിടയിൽ പരിചിതനായ അഖിൽ അഭിനയത്തിലും തൻ്റെ കഴിവ് പരീക്ഷിക്കാൻ തുടങ്ങി. പിന്നീടാണ് അഖിൽ സിനിമയിലും സജീവമായത്. പിന്നീട് സിനിമകളിലും അവസരം ലഭിച്ചു തുടങ്ങി. ആശകളായിരം, മഹാരാജ ഹോസ്റ്റൽ തുടങ്ങിയ സിനിമകളിലും അഖിൽ അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സിനിമയിൽ അഭിനേതാവ് എന്ന നിലയിലേക്കുള്ള ഈ മാറ്റം അഖിലിന്റെ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. സിനിമയിലേക്ക് എത്തുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ചും അഖിലിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ അഖിൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല. സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നത് എളുപ്പമല്ല. ഒരു കഥാപാത്രം ലഭിച്ചതുകൊണ്ട് തന്നെ ഒരു അഭിനേതാവിൻ്റെ യാത്ര വിജയകരമാകണമെന്നുമില്ല. തുടർച്ചയായ പരിശ്രമവും ക്ഷമയും ആവശ്യമാണ്. അഖിലിന്റെ കാര്യത്തിൽ ഈ യാത്ര വ്യത്യസ്തമായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരിചയം സിനിമയിലേക്ക് എത്താൻ സഹായിച്ചെങ്കിലും സിനിമയിൽ ഇനിയും നിലനിൽക്കണമെങ്കിൽ കഴിവും പരിശ്രമവും ആവശ്യമാണെന്ന് അഖിലിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശക്തരായിട്ട് ഇത്തരത്തിൽ തിരിച്ചു വരുന്നത്. ഇന്ന് അഖിലിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരാണ് ഭൂരിഭാഗവും. കാരണം മറ്റുള്ളവർ നിശ്ചയിച്ച വിജയത്തിന്റെ നിർവചനത്തിന് പിന്നാലെ പോകുന്നതിന് പകരം തനിക്ക് സന്തോഷം നൽകുന്ന മേഖലയിൽ തന്നെ തൻ്റെ കരിയർ കെട്ടിപ്പടുക്കാനാണ് അഖിൽ ശ്രമിക്കുന്നത്. ഒരു സുരക്ഷിത ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരാനുള്ള തീരുമാനം ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. ചിലർക്ക് ആവശ്യങ്ങൾക്ക് മാത്രം മതി നമ്മളെ. ഇതൊന്നും ഒരു അവസാനമല്ല, എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടണം. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്കും മനോഹരമായ ചിരിയോടെ മറുപടി നൽകുന്ന അഖിൽ വ്യക്തിജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾക്കും വലിയ തിരിച്ചടികൾക്ക് ശേഷം കൂടുതൽ കരുത്തോടെ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്താനോ കരിവാരി തേക്കാനോ നിൽക്കാതെയാണ് അഖിൽ തൻ്റെ പുതിയ റീൽ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ വേഗത്തിൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അഖിലിൻ്റെ ഈ ഒരു നീക്കത്തിലെ അഖിലിന്റെ നിലപാടിനെ കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ. തിരിച്ചടികളിൽ തളരാതെ എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന അഖിലിന്റെ ഈ ഗംഭീര തിരിച്ചുവരവിനെയും പ്രമുഖ താരങ്ങളും ആരാധകരും ഒന്നടങ്കം നെഞ്ചിലേറ്റി കഴിഞ്ഞു. അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല, അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് അതുതന്നെയായിരുന്നു. പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നായിരുന്നു അഖിൽ ഒറ്റവാക്കിൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും പ്രശസ്തിയുടെയും ലൈക്കുകളുടെയും ലോകത്തിനപ്പുറം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പാവം മനുഷ്യന്റെ മനസ്സിലെ മുറിവുകൾ മാറാൻ സമയമെടുക്കുമായിരിക്കും. പ്രതിസന്ധിയുടെ പല കറുത്ത ദിനങ്ങളെ അതിജീവിച്ച് അഖിൽ ശക്തമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അഖിലിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ആരാധകർ. ആ സ്നേഹം തന്നെയാണ് അഖിലിന്റെ പുതിയ വീഡിയോയ്ക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളായിട്ട് ആരാധകർ പങ്കുവെക്കുന്നത്.